നമസ്കാരം. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു സമരം നടന്നു. SFIയും MSFും ചേർന്നിട്ടാണ് ആ സമരം നടത്തിയത്. ഉദ്ദേശം മുസ്ലിം പെൺകുട്ടികൾക്ക് അവിടെ നിസ്കരിക്കാൻ സൗകര്യമൊരുക്കണം, ഒരു മുറി വേണം, അതാണ് അവരുടെ ആവശ്യം. പ്രത്യക്ഷത്തിൽ അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം തടയുന്നു, നിർമ്മല കോളേജ് തടയുന്നു എന്നാണ് തോന്നുക. പ്രാഥമികമായി കേട്ടാൽ അങ്ങനെയാണ് തോന്നുക. എന്നാൽ ഒന്നുകൂടി ചോദിക്കുമ്പോഴാണ് ഇതിന്റെ വസ്തുത മനസ്സിലാകുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിലെ ഏത് മത സ്ഥാപനമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും മത സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സംഘടനകളോ വ്യക്തികളോ നടത്തുന്ന ഏത് സ്ഥാപനത്തിലാണ് മറ്റു മതസ്ഥർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്? ഏതെങ്കിലും ഒരു മുസ്ലിം സ്ഥാപനത്തിൽ അവിടെ പൂജ നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടോ? അവിടെ ഹിന്ദു കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ. എനിക്കറിയാവുന്ന ഒരുപാട് മുസ്ലിം സ്ഥാപനങ്ങളിൽ ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്ക് ആരാധന നടത്താനുള്ള എന്തെങ്കിലും സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു ഹിന്ദു സ്ഥാപനത്തിൽ, ഈ അടുത്ത കാലത്ത് ഞാൻ യോഗയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്കൂളിൽ പോയി. അവിടെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല. കാരണം അവിടെ ഹിന്ദു മത വിഭാഗങ്ങൾ അവരുടെ ഒരു സംഘടന നടത്തുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ രീതിയിലായിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ സംഘടനകൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളുടെ കീഴിൽ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായാലും ഏതായാലും സ്വാഭാവികമായും അവരുടെ ആരാധന ഒരു മുറി അവിടെ ഉണ്ടാകും. അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ള മതസ്ഥരെ അവിടെ പഠിക്കേണ്ടെന്നോ ജോലി ചെയ്യേണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ അവരുടെ ആരാധനാലയങ്ങളൊക്കെ അവരുടെ രീതിയിലായിക്കൊള്ളണം, ഇവിടെ നമ്മുടെ രീതിയിലേ നടക്കൂ എന്നവർ വാശി പിടിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. കൃത്യമായി കേരള കത്തോലിക്ക കോൺഗ്രസ് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ട് ജുമാ നിസ്കരിക്കേണ്ടതാണെന്ന് അറിയാം. ആ സമയത്ത് പള്ളിയിൽ പോയി അവർ നിസ്കരിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അവർ പോയി നിസ്കരിക്കട്ടെ, അതാണ് പറയുന്നത്. എന്നാൽ തൊട്ടടുത്ത പള്ളിയിൽ മുസ്ലിം വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ പറ്റാത്തത് കൊണ്ട്, അവരെ അനുവദിക്കാത്തത് കൊണ്ട് അവരെ ഇവിടെ അതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് പറഞ്ഞാൽ അത് തൽക്കാലം ചെയ്യാൻ സൗകര്യമില്ല. സ്വന്തം മതവിഭാഗങ്ങൾക്ക് അവിടെ നിസ്കരിക്കാൻ, ആരാധന നടത്താനുള്ള സൗകര്യം ഒരുക്കേണ്ടത് അവരാണ്, അത് അവരോട് പറയുക എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. എന്താണ് അതിൽ തെറ്റ്? തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിന്റെ മുന്നിൽ ഒരു വിഭാഗം, സുന്നി വിഭാഗം, ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും, യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം. അതായത് വഴിയാത്രക്കാരായ ആൾക്കാർ നിസ്കാര സമയമായി കഴിഞ്ഞാൽ, അവിടെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ആ സ്ത്രീകൾക്ക് കയറി നിസ്കരിക്കാം. എന്നാൽ ആ പരിസരത്തുള്ളവരോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കുന്നവരോ ആയിട്ടുള്ള ആരും അവിടെ കയറി നിസ്കരിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു നിയമമുണ്ട് അവിടെ. അതായത് യാത്രക്കാരായ സ്ത്രീകൾ മാത്രം അവിടെ നിസ്കരിച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ ഈ സ്കൂളിലെ കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾക്ക് വെള്ളിയാഴ്ച നിസ്കരിക്കണമെന്ന് തോന്നുന്ന കുട്ടികൾക്ക് അവിടെ നിസ്കരിക്കാൻ പറ്റൂല. കാരണം അവർ യാത്രക്കാരല്ല. അപ്പോൾ അവിടെ ചെയ്യേണ്ടത്, ഈ കുട്ടികൾ നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ നിസ്കരിക്കാനുള്ള സൗകര്യം അവിടെ ഒരുക്കുക എന്നുള്ളതാണ്. ഇനി അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോയി വെള്ളിയാഴ്ച പോയി നിസ്കരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ് പോലെയുള്ള ആൾക്കാർ അതിന്റെ സമീപത്ത് ഒരു പള്ളി പണിയുക എന്നുള്ളതാണ്. അതിനുള്ള സൗകര്യം ഒരു നിസ്കാര പള്ളിയെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ സ്ഥാപനത്തിൽ അതിന് സൗകര്യം ഒരുക്കുകയല്ല. ഒരിക്കലും അത് ഭൂഷണമല്ല. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ മുറി ഉണ്ടാക്കി കൊടുക്കലോ അല്ലെങ്കിൽ മതപരമായ അവിടെ വിശ്വാസം കാത്തു സൂക്ഷിക്കലോ ഒന്നുമല്ല. ഇതിന്റെ മുതലെടുപ്പ് എന്ന് പറയുന്നത്, ഏതൊരു സർക്കാരും പെട്ടുപോണ സമയത്ത്, ജനപിന്തുണ കുറയുന്ന സമയത്ത് എന്തെങ്കിലും പൊടിക്കൈ ഇട്ടുകൊണ്ട് ജനപിന്തുണ ഉള്ളവരാണ് എന്ന് കാണിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തിനെ, മതവിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരുടെ പിന്തുണ നേടിയെടുത്തുകൊണ്ട് തിരിച്ചു പിടിക്കാനുള്ള കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പിന്തുണയുണ്ടല്ലോ, ജനപിന്തുണയുണ്ടല്ലോ, തിരിച്ചു പിടിക്കാനുള്ള പൊടിക്കൈകൾ കാണിക്കാറുണ്ട്. ആ ഒരു പൊറാട്ട നാടകമായിട്ടേ ഇന്ന് എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അത് തന്നെയാണ് SFIയും MSFും കൂടി ചേർന്ന് ചെയ്യുന്നത്. കാരണം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ജനപിന്തുണ തീരെ ഇല്ലാതിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇത്തരത്തിലുള്ള പൊറാട്ട നാടകങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മുസ്ലിം മതവിഭാഗമെല്ലാം ഇവരുടെ കൂടെ നിൽക്കും എന്ന് കരുതിയിട്ടുണ്ടാകും. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ, പലപ്പോഴും തെക്കൻ കേരളത്തിലേക്ക് പോകുന്ന സമയത്ത് കോട്ടയം വഴി സഞ്ചരിക്കുമ്പോൾ ചില പള്ളികളിൽ അടുത്ത് ചെല്ലുമ്പോൾ നിസ്കരിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ നിർത്താറുണ്ട്. ആ പള്ളികളിൽ കയറി ചെല്ലുമ്പോൾ, ക്രിസ്ത്യൻ പള്ളിയിൽ കയറി ചെല്ലുമ്പോൾ അവിടെ നിസ്കരിക്കാൻ ഒരു സൗകര്യം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അവരുടെ പ്രാർത്ഥന ഹാൾ എനിക്ക് കാണിച്ചു തരാറുമുണ്ട്. അതിൽ അവർ കിബില കാണിച്ചു തരും. ഇങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിച്ചു, അതാണ് നിങ്ങളുടെ കിബില എന്ന് പറയും. അത് അത്ര എന്നിട്ട് സന്തോഷത്തോടെ എന്ന് പറഞ്ഞിട്ട് വെള്ളം അവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയും ചെയ്യും. അവിടെ നിസ്കരിക്കാൻ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ പിൻഗാമി എന്ന സിനിമയില് ജഗതി ഇതുപോലൊരു സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട്. അത് വസ്തുതയായ കാര്യമാണ്. ഞങ്ങൾക്കിപ്പോ നിസ്കാരനേരാ, അതിന് പറ്റിയൊരു സ്ഥലം അന്വേഷിക്കായിരുന്നു. അവിടെയാണ് പ്രാർത്ഥനാ മുറി. സിസ്റ്ററെ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയില് ഒരു മുസ്ലിം നിസ്കരിച്ചു എന്ന് വെച്ച് നാളെ ഒരു സാമൂഹ്യ പ്രശ്നമാവോ? എന്ത് പ്രശ്നം? പ്രശ്നമൊക്കെ വിശ്വാസം ഇല്ലാത്തവരുണ്ടാക്കുന്നല്ലേ. നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ ചെന്നിട്ട്
ഇതുപോലെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഞാൻ ഈ പള്ളീന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോ അവരവരുടെ ആരാധനകൾ ചെയ്യുന്നതിനോ അവരവരുടെ ആരാധനകൾ അനുഷ്ഠിക്കുന്നതിനോ ഒന്നും ആർക്കും തടസ്സമൊന്നുമില്ല. പക്ഷേ അത് അവരവരുടെ ആരാധനാലയത്തിലാവണം. മറ്റുള്ളവരുടെ ആരാധനാലയത്തിൽ അത് വേണമെന്ന് വാശി പിടിക്കരുത്. അതുപോലെ തന്നെ അവരവരുടെ സംഘടനകളോ മതവിഭാഗങ്ങളോ നേതാക്കളോ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അവർ ഏതിലാണോ വിശ്വസിക്കുന്നത് അവരുടെ പ്രാർത്ഥനാ മുറികളാണ് ഉണ്ടാകുക. അവിടെ മറ്റൊന്ന് വേണമെന്ന് വാശി പിടിക്കരുത്. അത് നടക്കുന്ന കാര്യമല്ല. അത് വേണമെന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ തങ്ങളുടേതായിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുക. അതുപോലെ തങ്ങളുടേതായ വിശ്വാസങ്ങളും മറ്റും ഉൾക്കൊള്ളുന്ന മേഖലകളിൽ അവർ കൈകാര്യം ചെയ്യുക. ജോലി ചെയ്യുന്നതും അത്തരം സ്ഥാപനങ്ങളിലാക്കുക. അത് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഒന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇവിടെ നിർമ്മല കോളേജിൽ നടത്തിയിട്ടുള്ള ആ സമരം, SFI നടത്തിയിട്ടുള്ള MSF നടത്തിയിട്ടുള്ള സമരം ശരിയായ കാര്യമല്ല. അത് അനുവദിക്കാൻ പറ്റുന്നതുമല്ല. അത് കേരള കത്തോലിക്ക കോൺഗ്രസ് അസംയുക്തമായി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അംഗീകരിക്കാൻ പറ്റില്ല. അവർ വെള്ളിയാഴ്ച നിസ്കാരം വരെ പോയി നിസ്കരിച്ചോട്ടെ, നമുക്ക് തടസ്സമില്ല. ആ സമയത്ത് നിസ്കാര ടൈമിന് വരെ പോയി നിസ്കരിച്ചിട്ട് തിരിച്ചു വരട്ടെ. പെൺകുട്ടികൾക്കും വേണമെങ്കിൽ അവർക്കും പോയി നിസ്കരിച്ചിട്ട് വരാം. ഇവിടെ അതിന് സൗകര്യം ഒരുക്കാൻ തൽക്കാലം പറ്റില്ല എന്ന്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വിശ്വാസം എന്ന് പറയുന്നത് അവനവന്റെ ഹൃദയത്തിലാണ്. അത് മറ്റുള്ളവന്റെ നെഞ്ചത്തേക്ക് കുതിര കയറ്റാനുള്ളതല്ല. നമ്മൾ പഠിക്കാറുണ്ടല്ലോ, ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് എന്ന്, അല്ലാതെ ആരന്റെ നെഞ്ചത്തേക്കല്ല. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്ന് നോക്കുക. നിങ്ങളുടെ ആരാധന അനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ അതിന് ഉചിതമായ സ്ഥലം കണ്ടെത്തുക. അത് മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറിയിട്ടല്ല അത് ഉണ്ടാക്കേണ്ടത്.